ഒരു സ്വപ്ന പദ്ധതി യുവാക്കൾക്ക് ദിശയും പ്രതീക്ഷയും നൽകുന്ന ഭാവി പഠന ഗ്രാമം. ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഇനി എന്തു ചെയ്യും, എന്ത് ചെയ്യണം, ഞാൻ ഇവിടേക്ക് എത്തി, അടുത്തത് എന്ത് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഇല്ലായ്മയാണ്. കുറേ കോമ്പറ്റീറ്റീവ് എക്സാംസ്, കുറേ പരീക്ഷകൾ, +2 കഴിഞ്ഞു, 10th കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, സിവിൽ സർവീസിന് കുറേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ബാങ്ക് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തു, ഗേറ്റ്, GMAT, GRE, എന്തൊക്കെ എൻട്രൻസുകൾ, ആകെ കൺഫ്യൂസ്ഡ് ആണ്. +2 കഴിഞ്ഞാൽ കീം എഴുതി റാങ്ക് കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും? നീറ്റ് എഴുതി 3 പ്രാവശ്യം ട്രൈ ചെയ്തു, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സായി. ഞാൻ ഇപ്പോഴും +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രില്യൻ്റ് കുട്ടികളാണ് ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നത്. ഗേറ്റ്, നെറ്റ്, JRF, UPSC, PSC, SSC, ബാങ്ക് ടെസ്റ്റുകൾ, പരീക്ഷകളായിട്ട് വർഷങ്ങളോളം വിജയിക്കാനാവാത്തതിലുള്ള സങ്കടം, വിഷമം, ദുഃഖം, ഡിപ്രഷൻ, മാനസികമായ വീട്ടിൽ നിന്നുള്ള പ്രഷർ, സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ, ജോലി കിട്ടാത്ത, ജോലി ഉണ്ടായിട്ടും ജീവിതത്തിന് അർത്ഥമില്ലെന്നുള്ള തോന്നല്. എന്നാലോ കുറേ ആൾക്കാർ, വളരെ കഴിവുള്ള വ്യക്തികൾ അവരെ ഗൈഡ് ചെയ്യാനും തയ്യാറാണ്. ഇവർക്കെല്ലാം കൂടിയുള്ളൊരു കൂട്ടായ്മ. ലക്ഷക്കണക്കിന് യുവാക്കൾ അടുത്ത പരീക്ഷ എഴുതണം, കോച്ചിങ്ങിന് പോകണം, മറ്റൊരു കോഴ്സ് ചെയ്യണം. എവിടെയാണ് പോകുന്നതെന്നൊരു ഉറപ്പൊന്നുമില്ല. എവിടേക്കാണ് എൻ്റെ ജീവിതം പോകുന്നത്, ഇതിന് കൃത്യമായ ഉത്തരമില്ല. അത്രയൊന്നും ഫേമസ് അല്ലാത്ത, ഇടയ്ക്ക് കുറച്ച് കുട്ടികൾ മാത്രം കോണ്ടാക്ട് ചെയ്യുന്ന എനിക്ക് ഒരു ഡെയിലി 20 ഇത്തരം പ്രശ്നങ്ങളാണ്. അമ്മമാരുടെ, മക്കളുടെ, അച്ഛൻ്റെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ 0. എവിടെ നിന്ന് തുടങ്ങണം ഇവരെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന, ഇതാണ് എൻ്റെ ചിന്ത. ഈ പുതിയ ചിന്ത ഒരു സെൻറ്റർ, ഒരു കോച്ചിങ് സെൻറ്റർ അല്ല, ഒരു കോളേജ് അല്ല, ഒരു ഗ്രാമം, ഒരു ആശ്രമം, ഒരു ലൈഫ് ഡിസൈൻ സെൻറ്റർ, ഒരു ഫ്യൂച്ചർ സ്കോളാസ്റ്റിക് വില്ലേജ്, ഒരു യൂത്ത് ട്രാൻസ്ഫർമേഷൻ എക്കോസിസ്റ്റം, കുട്ടികളെ മാറ്റാനുള്ള, ചിന്തകളിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ ശ്രമം. 13 മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, യുവാക്കൾക്ക്, കുട്ടികളാണെന്ന് പറയാൻ വയ്യ, യുവാക്കൾക്ക് പഠിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ജീവിതം രൂപകൽപ്പന ചെയ്യാനും കഴിയുന്ന ഒരു പഠന കേന്ദ്രം, പഠന ഗ്രാമം. എന്തുകൊണ്ടും ഇത്തരം ഒരു സെൻറ്റർ ആവശ്യമാണ്. ഇതൊരു മോഡൽ സെൻറ്റർ ആയിരിക്കും. ആയിരക്കണക്കിന് കുട്ടികൾക്ക് നീറ്റിനായി 2-3 വർഷം ചെലവഴിക്കുന്നു, കീമിന് വർഷങ്ങൾ ചെലവഴിക്കുന്നു, UPSCക്ക് 5 വർഷം ശ്രമിക്കുന്നു, PSCക്ക് ജീവിതാന്തം. ഏത് പ്രായം വരെയാ? വിജയിക്കുന്നവർ വളരെ കുറവ്, പരാജയപ്പെടുന്നവർ കൂടുതൽ. പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? എവിടെയാണ് സമൂഹം പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്ന ഇവരുടെ ചിന്തകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാൽ മനസ്സിലാവും, യുവാക്കൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരൊറ്റ പരീക്ഷയുടെ ഫലത്തിൽ അവസാനിക്കുന്നു പലരുടെയും ജീവിതത്തിൻ്റെ വലിയ ഡ്രീമുകൾ. അവരെ ഒന്ന് റീഡയറക്റ്റ് ചെയ്യാൻ, ഒന്ന് സെൻട്രലൈസ് ചെയ്യാൻ, ഒരു പാരലൽ ലേണിംഗ് മോഡൽ, സ്വപ്നം പിന്തുടരുമ്പോൾ മറ്റൊരു ഭാവി നിർമ്മിക്കാൻ സാധിക്കുന്ന, സ്വപ്നം പിന്തുടരുമ്പോൾ മറ്റൊരു ഭാവി നിർണ്ണയിക്കാൻ സാധിക്കുന്ന, പഠനം സാധ്യമാകുന്ന ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷ് ഫ്ലുവൻസി,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ്, കോഡിംഗ് എബിലിറ്റീസ്, ഓൺടർപ്രൈനർഷിപ്പ്, മീഡിയ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, പബ്ലിക് സ്പീക്കിംഗ്, ഇവയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ. ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്റ്റൈൽ. നീറ്റ് വിജയിച്ചാലും ഇല്ലെങ്കിലും, നീറ്റായിട്ട് തോറ്റാലും ഇല്ലെങ്കിലും, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നവർക്ക് ഒരു പാരലൽ ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഒരു ഫ്യൂച്ചർ സ്കോളർ ലാബ്. എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ലക്ഷ്യം കണ്ടെത്തണം, ഇത് പഠിപ്പിക്കുന്ന, ഇവ കൊടുക്കുന്ന, ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു സെൻറ്റർ. പഠിപ്പിക്കലല്ല, ഡയറക്ഷൻ കൊടുക്കുക. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള കോളേജുകൾ, കോഴ്സുകൾ, സ്കോളർഷിപ്പുകൾ, പ്രവേശന പരീക്ഷകൾ, ഇവയിലൊക്കെ ഒരു ഫെസിലിറ്റിയിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയാൽ മതി. അവരൊന്ന് ഡയറക്റ്റ് ചെയ്ത് എങ്ങനെ അത് കണ്ടെത്തണം, ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ 10 പേര് കൂടെ ഉണ്ടാകുമ്പോൾ 11ാമത്തെ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിച്ചോളൂ. വലിയ ഡ്രീംസ്, IAS, IPS, IFS, PSC, SSC, ബാങ്ക്, റെയിൽവേ, ഡിഫൻസ്, എല്ലാ പരീക്ഷകളും ഒരേപോലെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒരു മെൻറ്ററിങ് സെൻറ്റർ, സ്റ്റഡി പ്ലാനിങ് സെൻറ്റർ, മോക്ക് ഇൻ്റർവ്യൂ സെൻറ്റർ, പീർ ലേണിംഗ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി, ക്യാമ്പസ് ടു കോർപ്പറേറ്റ്, ക്യാമ്പസിൽ നിന്ന് കോർപ്പറേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെസ്യൂം ബിൽഡിംഗ്, ലിങ്ക്ഡിൻ, GD, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ജെൻഡർ നോളജ്, ഇൻ്റർവ്യൂ, കോർപ്പറേറ്റ് ബിഹേവിയർ, വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ, ഒരു മീഡിയ സെൻറ്റർ, വ്ളോഗ്സും റീൽസും ഷോർട്സും ബ്രോഡ്കാസ്റ്റും ആങ്കറിങ്ങും പ്രസൻറ്റേഷനും ഒക്കെ നടക്കുന്ന, ദിവസേന പരിശീലനം നടത്തുന്ന ഒരു ബ്രാൻഡിംഗ് സെൻറ്റർ, ഓൺടർപ്രൈനർഷിപ്പ്, സ്റ്റാർട്ടപ്പ് മെൻറ്ററിങ്, AI ബേസ്ഡ് ബിസിനസ് മോഡൽസ് പഠിപ്പിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്നൊവേഷൻ മോഡൽസ്, ഈ ജോലി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സെൻറ്റർ. ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രി കണക്ട്, കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, ഏജൻസികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒരു സ്കോളർലി ഡെൻ. നമുക്ക് എത്ര പത്മ അവാർഡീസ് ഉണ്ടെന്നറിയോ? എത്ര സയന്റിസ്റ്റുകളുണ്ട്, എത്ര IAS, IFS ഓഫീസേഴ്സ്, റിട്ടയേർഡ് IPS ഓഫീസേഴ്സ്, ഓൺടർപ്രൈനേഴ്സ്, ആർട്ടിസ്റ്റുകൾ, എഡ്യൂക്കേഷണൽ ആൾക്കാർ, ഇന്നോവേറ്റേഴ്സ്, ഇവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നല്ലൊരു 5 സ്റ്റാർ സ്റ്റേ. അവർ യുവാക്കളുമായിട്ട് സംസാരിക്കട്ടെ. യുവാക്കൾ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറട്ടെ ഈ സെൻറ്റർ. ചോദ്യങ്ങൾ ചോദിക്കാം, ജീവിതാനുഭവങ്ങൾ കേൾക്കാം, പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ നിന്ന് പഠിക്കാം, വായനാശീലമില്ലാത്തവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നയിക്കുന്നതല്ല, എല്ലാവരും കൂടി നയിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വ്യാവസായിക നേതാക്കന്മാർ, മുൻ സിവിൽ സർവൻറ്റുകൾ, പത്മ അവാർഡീസ്, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, സിനിമാ സ്റ്റാർ, എല്ലാവർക്കും വന്ന് കുട്ടികൾക്ക് എന്താ വേണ്ടത്? താമസം, ഭക്ഷണം, ഇന്റർനെറ്റ്, ലൈബ്രറി, പഠന ഹാളുകൾ, ചർച്ചാ കേന്ദ്രങ്ങൾ, സ്പോർട്സ്, യോഗ, ധ്യാനം, എന്തൊക്കെ നിങ്ങൾക്ക് വേണം. ഒരു സ്പിരിച്വൽ സെൻറ്റർ, ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റ് സെൻറ്റർ. ഒരു IAS ആസ്പിരൻ്റ് ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആർട്ടിസ്റ്റ് ആവട്ടെ, ഓൺടർപ്രൈനർ ആവട്ടെ, സയന്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാവട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാവട്ടെ, എഴുത്തിന് താല്പര്യമുള്ളവരാവട്ടെ, പബ്ലിഷിങ്ങിന് താല്പര്യമുള്ളവരാവട്ടെ, എന്താണോ നിങ്ങളുടെ അന്തിമ സ്വപ്നം. ഇതൊരു കോച്ചിങ് സെന്റർ അല്ല, ഒരു കോളേജ് അല്ല, ഒരു ഹോസ്റ്റൽ അല്ല. പരീക്ഷയിൽ പരാജയപ്പെടുന്ന, ജീവിതത്തിൽ പരാജയപ്പെടുന്ന, ഭയമുള്ളവർക്ക് റാങ്ക് തീരുമാനിച്ച് ജീവിതം തീരുമാനിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരമുണ്ടാക്കി തരുന്ന ഒരു പഠന അല്ല, ഒരു ഗ്രാമം, ഒരു ഹോപ്പ് സെന്റർ, ഒരു പ്രതീക്ഷാ ഭവൻ, ഫ്യൂച്ചർ മേക്കേഴ്സ് വില്ലേജ് എന്ന് പറയാം. യൂത്ത് റെസിഡൻസ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഡോക്ടർ TPS ശിക്ഷ ഒരു സംരംഭം കുറെ കാലമായി ആലോചിക്കുന്നു. ഓരോ യുവാവിനും ഒരു ദിശ, ഒരു ഗുരു, ഒരു കൂട്ടായ്മ, ഒരു ഭാവി. ഇതാണ് എൻ്റെ സ്വപ്നം. ഷെയർ ചെയ്യുക, പറ്റുന്നിടത്തൊക്കെ എത്തിക്കുക. ആരെങ്കിലും ഇത്തരം, അല്ലെങ്കിൽ ഒന്നല്ല 100 സെന്ററുകൾ കേരളത്തിൽ തുടങ്ങിയാലും ഇതിന് വലിയ സ്കോപ്പും ഒക്കെ ഉണ്ട്. നാനാവിധാക്കാനല്ല, നന്നാക്കാൻ വേണ്ടി സാധിക്കുന്ന, പഠിക്കാൻ തയ്യാറാവുന്ന, പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക, വാട്സപ്പിൽ ചർച്ച ചെയ്യാം. ഒന്നോടൊന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കാം. ഒരു ഫണ്ട് ഉണ്ടായിട്ടല്ല,
പൂൾ ഫണ്ടിങ് സാധിക്കാത്തതുകൊണ്ടല്ല, പക്ഷെ അഡ്മിനിസ്ട്രേഷൻ അല്ല എൻ്റെ പണി ഇവരെ മെൻറ്റർ ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഇത്തരം സെൻറ്ററുകൾ നടത്താൻ ഞാൻ എൻ്റെ കൂടെ. ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക എന്ത് ചെയ്യാൻ പറ്റും. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സെൻറ്റർ, കുറേ പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിൽ വന്നതാണ്. നന്ദി, നമസ്കാരം.